നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 4-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ജൂലൈ 4-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. ജൂലൈ 6-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ജൂലൈ 7-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കായി ഈ അധ്യയന വർഷം നിരവധി സ്കോളർഷിപ്പുകളാണ് ഒരുങ്ങുന്നത്. പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇപ്പോൾ തന്നെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആധാർ കാർഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ആധാറിലെ ഫോട്ടോ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, മേൽവിലാസം, പേര് എന്നിവയെല്ലാം യാതൊരു തെറ്റുമില്ലാതെ കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഇപ്പോൾ 17 വയസ്സ് വരെ സൗജന്യമായി ചെയ്യാൻ സാധിക്കും. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പ്രത്യേകം മുൻകൈ എടുക്കണം. ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ മുടങ്ങുക മാത്രമല്ല, എൻട്രൻസ് പരീക്ഷകളുടെ രജിസ്ട്രേഷൻ, വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കൽ എന്നിവയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതിനാൽ എത്രയും വേഗം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ എൻറോൾമെന്റ് സെന്ററുകളിലോ എത്തി ഈ സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കി ആധാർ കാർഡുകൾ പുതുക്കണമെന്ന് UIDAI അഭ്യർത്ഥിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ കർഷകർക്കും കാർഷിക സംരംഭകർക്കും വലിയൊരു ആശ്വാസവും പിന്തുണയും നൽകുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയെക്കുറിച്ചാണ്. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ വലിയ ആകർഷണം 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% പലിശ സബ്സിഡി ലഭിക്കും എന്നതാണ്. ഇതിലൂടെ സാധാരണ പലിശ നിരക്കിൽ നിന്നും വലിയൊരു ഇളവ് കർഷകർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിലുപരിയായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരുവിധ അധിക ഈടോ ഗ്യാരണ്ടിയോ നൽകേണ്ടതില്ല എന്നതും സാധാരണക്കാരായ കർഷകർക്ക് വലിയൊരു കൈത്താങ്ങാണ്. വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ കേന്ദ്രങ്ങൾ, കോൾഡ് സ്റ്റോറേജുകൾ, മറ്റ് കാർഷിക വികസന പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന കർഷകർക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ കൃഷിഭവനുമായോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖകളുമായോ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ പുതിയ സർക്കാരിന്റെ ആദ്യ 100 ദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വിവിധ വകുപ്പുകളിലായി ആകെ 541 പരിപാടികളാണ് ഈ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതികളുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്നും ഓരോ 20 ദിവസത്തിലും ഇതിന്റെ പുരോഗതി കൃത്യമായി വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ധനബില്ല് പാസാക്കിയതിന് പിന്നാലെ ഈ പ്രഖ്യാപനത്തോടെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വൻ വിവാദങ്ങൾക്കൊടുവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ലാണ് നിയമസഭ പാസാക്കിയത്. ഈ 100 ദിവസത്തിനുള്ളിൽ നിരവധി ക്ഷേമ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. യുവാക്കൾക്കായുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പും സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന കുടിശ്ശിക നിവാരണ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കർമ്മ പദ്ധതിയിൽ മറ്റെന്തെല്ലാം പ്രധാന തീരുമാനങ്ങളാണ് ഉള്ളതെന്ന് കൃത്യമായി വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ പ്രകാരം നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംസ്ഥാനത്തെ വനിതകളുടെ സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് വിവിധ വായ്പാ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന 16 വയസ്സ് മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി നൽകുന്ന വിദ്യാമിത്ര വിദ്യാഭ്യാസ വായ്പ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വന്തമായി പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ടേം ലോൺ സ്കീം, കുടുംബശ്രീ CDSകൾ വഴി വിതരണം ചെയ്യുന്ന മൈക്രോ ഫിനാൻസ് ലോൺ, പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളിലെ വനിതകൾക്കായുള്ള ലഘു വ്യവസായ യോജന, ചെറിയ തുകയുടെ പരമ്പരാഗത തൊഴിലുകൾക്കായി നൽകുന്ന മഹിളാ സമൃദ്ധി യോജന എന്നീ സ്വയം തൊഴിൽ വായ്പകളും കോർപ്പറേഷൻ ലഭ്യമാക്കുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ കോവിഡ് മൂലം വരുമാനദാതാവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കായി 20% സബ്സിഡിയോടുകൂടി നൽകുന്ന സ്മൈൽ സ്കീം,
മടങ്ങിയെത്തിയ പ്രവാസി വനിതകൾക്കായി നോർക്കയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന നോർക്ക വനിതാ മിത്ര ലോൺ സ്കീം, കൂടാതെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായുള്ള ട്രാൻസ്ജെൻഡർ ലോൺ സ്കീം തുടങ്ങിയ പുനരധിവാസ വായ്പകളും ഇതിലൂടെ വിതരണം ചെയ്യുന്നു. വിവിധ ഉദ്ദേശങ്ങൾക്കായി നൽകുന്ന ഈ ലോണുകൾക്ക് വെറും 3% മുതൽ 6% വരെ മാത്രമാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് എന്നതിനാൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. 3 വർഷം മുതൽ 5 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി ലഭിക്കുക. ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് വനിതാ വികസന കോർപ്പറേഷൻ ഈ വായ്പകൾ വിതരണം ചെയ്യുന്നത്. താൽപര്യമുള്ള അർഹരായ സ്ത്രീകൾക്ക് കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kswc.org വഴി ഓൺലൈനായി രജിസ്ട്രേഷനും ആപ്ലിക്കേഷനും സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇത് കഴിഞ്ഞ ശേഷമായിരിക്കും വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പുതിയ സർക്കാർ മസ്റ്ററിംഗ് തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പെൻഷൻ വാങ്ങുന്നവരുടെ അർഹതാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച പരിശോധന വരും ദിവസങ്ങളിൽ കർശനമാക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന് മുന്നോടിയായി നിലവിലെ മാനദണ്ഡങ്ങളിൽ സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തും. നിലവിൽ AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് പെൻഷൻ വാങ്ങുന്നതിന് അർഹതയില്ല. എന്നാൽ ഇനി വീടിന്റെ വലുപ്പം, സ്ഥലത്തിന്റെ അളവ്, കാറിന്റെ ഘടന എന്നിവയെല്ലാം മാറ്റം വരുത്തിയേക്കാം. കൂടാതെ എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ വാങ്ങി തുടങ്ങിയവർക്ക് മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരുന്നത്. എന്നാൽ ഇനി മുതൽ എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക മാത്രമല്ല, അർഹത പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ വീട് കയറിയുള്ള പരിശോധന നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ അപേക്ഷകളിൽ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും മാറ്റമുണ്ടാകും. ഇനി ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ 21 ശേഷമായിരിക്കും ഇത് ഉണ്ടാവുക. ജൂലൈ 21 സർക്കാരിന്റെ കടമെടുപ്പിനു ശേഷം 23-ാം തീയതിയോടെ തുക വിതരണം ആരംഭിക്കാനാണ് കൂടുതൽ സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പൊതുഭാഗം വെള്ള, സബ്സിഡി നീല റേഷൻ കാർഡുകളുള്ള സാധാരണ കുടുംബങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളുള്ള മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡുകളിലേക്ക് മാറാനുള്ള സുവർണാവസരമാണിപ്പോൾ കൈവന്നിരിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള പോർട്ടൽ ഔദ്യോഗികമായി തുറന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ, അതായത് ജൂലൈ 17 വരെ പൊതുജനങ്ങൾക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം. ഉത്സവകാലത്തിന് മുൻപായി കുറഞ്ഞത് 50,000 കുടുംബങ്ങൾക്കെങ്കിലും ഈ ആനുകൂല്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ചലിക്കുന്നത്. എന്നാൽ ഈ ജനകീയ പദ്ധതി പൂർണ്ണമായും സുതാര്യമാക്കുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് മാത്രം എത്തിക്കുന്നതിനുമായി ചില കർശനമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭവനങ്ങളുള്ളവർ, പ്രതിമാസ വരുമാനം 25,000 രൂപയ്ക്ക് മുകളിലുള്ളവർ, ആദായ നികുതി ഒടുക്കുന്നവർ, അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ അവിടെ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവരോ ആയ അംഗങ്ങളുള്ള കുടുംബങ്ങളെ ഈ ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം സാമൂഹികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആശ്രയ പദ്ധതിയുടെ ഭാഗമായവർ, ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ എന്നിവരുള്ള കുടുംബങ്ങൾക്ക് അപേക്ഷകളിൽ പ്രത്യേക മുൻഗണനയും പരിഗണനയും ലഭിക്കും. ഈ അപേക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും മുൻഗണനാ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉറപ്പാക്കുന്നതിനും ഏറ്റവും നിർണായകമായ ഘടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന BPL അർഹതാ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റിനായി ആദ്യം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുകയും തുടർന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി കൃത്യമായ ഫീൽഡ് തല പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം മാത്രമേ ഈ രേഖ അനുവദിക്കുകയുള്ളൂ എന്നതിനാൽ ഇതിന് സമയമെടുക്കും. അതുകൊണ്ട് അവസാന നിമിഷത്തെ തിരക്കുകളും സാങ്കേതിക തടസ്സങ്ങളും ഒഴിവാക്കാൻ യോഗ്യരായ എല്ലാ കുടുംബങ്ങളും ഇന്ന് തന്നെ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 3 വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 125 രൂപ കൂടി 13,475 രൂപയും പവന് 1000 രൂപ കൂടി 1,07,800 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.